അർജുൻ വിന്നർ ആണോ എന്ന് ഇപ്പോ പലരും ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. യൂട്യൂബ് കമന്റിലും പോസ്റ്റുകളായിട്ടും ഒക്കെ ഞാനിത് കാണുന്നുണ്ട്. അർജുൻ എന്ത് ചെയ്തിട്ടാണ് വിന്നർ ആണോ എന്ന് ഇവരൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ടോപ്പ് 3 നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്തൊരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ അത് അർജുനാണ്. ടോപ്പ് 5 നിൽക്കാൻ പോലും യാതൊരു യോഗ്യതയില്ല. പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ളവരെല്ലാം ഔട്ടായി പോയി അർജുനോടെ നിന്ന് പോയതാണ്. അത് പറയുമ്പോൾ പറയാനായിട്ട് എന്റെ കയ്യിൽ കുറെ കാരണങ്ങളുണ്ട് അർജുൻ എന്തുകൊണ്ട് ടോപ്പ് 3 ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറയാനായിട്ട്. എല്ലാ കാരണങ്ങളും പറയാം, വീഡിയോ അവസാനം വരെ കാണുക. കണ്ടു തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഡീഗ്രേഡിംഗ് ആണ്, അർജുനെ ഡീഗ്രേഡ് ചെയ്തേ എന്ന് പറഞ്ഞ് കമന്റ് ഇടാതിരിക്കുക. അന്നും എന്നും അർജുന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് ഏകദേശം ഇതൊക്കെ തന്നെയാണ്. വീഡിയോയിലേക്ക് പോകാം. അർജുന്റെ ആദ്യത്തെ നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നത് പുള്ളി വാ തുറന്നൊന്ന് ഒപ്പീനിയേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിലപാടുകൾ ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പവർ റൂമിൽ കയറിയപ്പോഴുള്ള 3 തവണയും അർജുന്റെ നിലപാടില്ലായ്മയും ഡിപ്ലോമസിയും നമ്മൾ കണ്ടതാണ്. പല സ്ഥലത്തും അർജുന്റെ ഡിപ്ലോമസി കണ്ടിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് അർജുൻ എന്ത് ഫേക്ക് ആണ് എന്ന്. ഫേക്ക് ആണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ സ്വഭാവം 1-2 സിറ്റുവേഷൻസിൽ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ജിൻഡോ കാരണം അത് പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നതാണ് കറക്റ്റ്. റസ്മിനോട് വേസ്റ്റ് ചെയ്യാൻ പറഞ്ഞതും അർജുന് സ്വന്തമായിട്ടൊരു ഗെയിം തുടക്കം മുതലേ ഇല്ല. ഒരാളോട് ഒട്ടിപ്പിടിച്ച് നിന്ന് അവരുടെ വോട്ടും തന്നിലേക്ക് ആക്കുന്ന ഒരു ഗെയിമാണ് അർജുൻ കളിച്ചു വന്നത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് പൊരുതി ഇവിടം വരെ എത്തി എന്നുള്ള കാര്യവും അർജുന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യം അൻസിബ, ഋഷി, റോക്കി എന്നിവരായിരുന്നു അർജുന്റെ ഗ്യാങ്. പവർഫുൾ ആയ ഒരു ഗ്രൂപ്പാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അർജുൻ അതിലേക്ക് ഞൊഴഞ്ഞു കയറിയത്. റോക്കി പുറത്തായപ്പോ ഗ്യാങ്ങിന്റെ പവർ പോയെന്ന് മനസ്സിലാക്കിയ അർജുൻ അൻസിബേനെ ഋഷി നൈസായിട്ട് കരുവേപ്പിലയാക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഗബ്രി, റസ്മിൻ, ജാസ്മിൻ എന്നിവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ആണെന്ന് മനസ്സിലാക്കി പുള്ളി അങ്ങോട്ട് ചേക്കേറുകയായിരുന്നു പയ്യെ. അതേപോലെ ശ്രീതു, എന്നും അർജുന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ശ്രീതു. അവരുടെ രണ്ടുപേരുടെയും കൂടി ക്യൂട്ട്നെസ്സും എക്സ്പ്രഷനും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് വാരിപ്പൊത്തി പ്രേക്ഷകരെ പൊട്ടന്മാരാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നും അല്ലല്ലോ. അവർ തമ്മിൽ എന്തായിരുന്നു എന്നത് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. അവരതിനെക്കുറിച്ച് ഒട്ടും സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാത്തത് കൊണ്ട് തന്നെ ഗബ്രി, ജാസ്മിൻ എന്നിവര് നേരിട്ട പോലെ ഒരു ഹേറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല. പരമാവധി കുട്ടികളെയും കുറച്ചൊക്കെ മരംചുറ്റി പ്രേമവും ക്യൂട്ട്നെസ്സും എക്സ്പ്രഷനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കോംബോ മുന്നോട്ട് പോയത്. അർജുന്റെ കാര്യത്തിൽ പിന്നെ അർജുന് പോസിറ്റീവ് ആയത് പുള്ളി ഈ ഷോയ്ക്ക് കൊടുത്തിട്ടുള്ള ചില എന്റർടൈൻമെന്റ് വാല്യൂസ് ആണ്. ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നത് ഗെയിമാണ്, പ്യുവർലി ഗെയിമാണ് ഞാൻ നോക്കുന്നത്. നിലപാടുകൾ തുറന്നു പറയുന്നുണ്ടോ, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുന്നുണ്ടോ, സേഫ് ആയിട്ടൊരു മൂലയിൽ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത്. അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ നല്ല പിള്ള ചമഞ്ഞ് വളരെ ഫേക്ക് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അർജുൻ കളിച്ചു വന്നത്. വായിൽ ആരോ പ്ലാസ്റ്റർ ഒട്ടിച്ച പോലെ അനീതി നടന്നപ്പോഴും ഒന്നും മിണ്ടാതിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. വാ തുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു രീതിയിലും വിന്നർ മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നാത്ത ഒരാളാണ് അർജുൻ.